സുഹൃത്തുക്കളെ, ഞാൻ ജെയിംസ് മുട്ടിക്കൽ, ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം ഏകദേശം 322 ബൈക്കുകൾ കത്തി നശിച്ചിരിക്കുകയാണ്. അന്ന് ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, DGP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അതുപോലെ കെ രാജൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വന്നിരുന്നു. ഇവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ, സംഭവസ്ഥലം കണ്ടതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ സുരക്ഷാ കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇവിടെ ടൂ വീലറുകൾ പാർക്ക് ചെയ്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർ റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങി അവിടെ സുരക്ഷിതമാണെന്നുള്ള ധാരണയിൽ ഏൽപ്പിച്ചു പോയിട്ടുള്ള ബൈക്കുകളാണ്. ആ സാധാരണ നിലയിൽ വളരെ മിതമായിട്ടുള്ള വേതനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവരാണ് ഒരുപാട് ടൂ വീലർ യാത്രക്കാർ. അവർ ലോൺ എടുത്തും പണ്ടം പണയം വെച്ചുമൊക്കെ മേടിച്ചിട്ടുള്ള ബൈക്കുകൾ അവരുടെ ജീവിത തുല്യം സ്നേഹിക്കുന്ന, ഒരു കുടുംബാംഗത്തെ പോലെ കരുതുന്ന അവരുടെ വാഹനങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടമുണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ആര് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് നിന്നും, റെയിൽവേയിൽ നിന്നോ മറ്റ് അധികാരികളിൽ നിന്നോ ഒരു ഉറപ്പും ഇതുവരെ ടൂ വീലർ അപകടത്തിൽപ്പെട്ടുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ റെയിൽവേ അധികാരികളെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്, അവിടുത്തെ CCTV ഒക്കെ കത്തി നശിച്ചു പോയി, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹൈദരാബാദിലോ മറ്റുള്ള ഒരു ലാബിൽ അയച്ചിരിക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനും കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ വരുന്നതിനും അന്വേഷണം കഴിയുന്നതിനൊക്കെ വർഷങ്ങൾ നീണ്ടുപോകുന്ന ചരിത്രമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതേസമയം ഇതിത്ര തന്നെ കാത്തു നിൽക്കാനായിട്ട് ഈ പാവം ടൂ വീലർ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും റെയിൽവേക്കാണ്. അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തത്, അഗ്നിശമന ഉപകരണങ്ങളില്ലാത്തത്, അതുപോലെ തന്നെ ഈ അപകടങ്ങളുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പരിശീലനം ലഭിക്കാത്ത ഉദ്യോഗസ്ഥർ, അതുപോലെ ഒരുപാട് വീഴ്ചകൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് സുരക്ഷാ കാര്യങ്ങളിൽ കരാറുകാരനെ കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അതിൻ്റെ കരാറ് കൊടുത്തിട്ടുള്ള റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തു തന്നെയായാലും ഈ ടൂ വീലർ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ടൂ വീലർ അവിടെ പാർക്ക് ചെയ്ത് പോയിട്ടുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ടൂ വീലർ ഫുൾ കവറേജ് ഇൻഷുറൻസ് കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് അവരുടെ ഡിപ്രീസിയേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഖ്യ ലഭിക്കുകയുള്ളൂ. ബഹുഭൂരിഭാഗം വാഹനങ്ങളും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നൊരു നഷ്ടപരിഹാരം ലഭിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ മൊത്തം സ്ഥലങ്ങൾ, വാഹനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യേണ്ട ചുമതല പാർക്കിംഗ് കരാറുകാരെ കൊണ്ട് റെയിൽവേ ചെയ്യിക്കേണ്ടതാണ്. അത് ചെയ്യിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ റെയിൽവേയുടെ അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും ഉടമകൾക്ക് മിതമായിട്ടുള്ള നിരക്കിലുള്ള മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായിട്ട് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായിട്ട് കഴിഞ്ഞ 11-ാം തീയതി ഞായറാഴ്ച തൃശ്ശൂരിൽ ഒരു യോഗം ചേരുകയുണ്ടായി. ഏകദേശം 150ഓളം വാഹന ഉടമകൾ, അവരുടെ കത്തി നശിച്ചിട്ടുള്ള വാഹനങ്ങളുടെ ഉടമകൾ വളരെ പ്രതീക്ഷയോടുകൂടി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിയമ നടപടികൾ സ്വീകരിക്കണം, കൺസ്യൂമർ ഫോറത്തിൽ പോകണം, റെയിൽവേ ട്രിബ്യൂണലിൽ പോകണം, സിവിൽ കേസ് കൊടുക്കണം, അതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾക്ക് റെയിൽവേ ഉത്തരവാദിത്വം വഹിക്കണം. അതിന് റെയിൽവേ തന്നെയാണ് പ്രധാന ഉത്തരവാദി. അതുകൊണ്ട് റെയിൽവേനെ ഈ കാര്യങ്ങൾ സമ്മതിപ്പിക്കാനായിട്ടൊരു ധർണ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ തീരുമാനപ്രകാരം ഈ ജനുവരി മാസം 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു ധർണ നടത്തുകയാണ്. അപ്പോൾ ആ ധർണയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ടൂ വീലർ ഉപയോഗിക്കുന്നവരും, അതായത്
വാഹനങ്ങൾ കത്തി നശിച്ചവർ മാത്രമല്ല, ടൂ വീലറുകാർ ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നവരാണ്. അവരുടെയൊക്കെ ശബ്ദം ഉയരുന്നതിനായിട്ട് അന്നത്തെ ധർണയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.